हाय डियर स्टूडेंट्स, हाउ आर यू? आप लोग कैसे हो? ठीक ठाक है ना? चलो, आप लोग अपनी देशीय उत्सव ओणम धूमधाम से मनाया होगा। आज फिर हमारी ओणम की छुट्टियों के बाद भी हम अपनी पढ़ाई में वापस आ रहे हैं। आज हम अपनी पढ़ाई शुरू करने जा रहे हैं। अपनी पढ़ाई शुरू करने से पहले हम अपने भगवान से विनती करने। चलो, अपनी आंखें बंद करके भगवान से विनती करें। ओके बच्चों, हम ओणम की छुट्टियों में जाने से पहले हमने अपने उपपाठ्य पुस्तक संचयन की एक पाठ की पढ़ाई की थी। वह थे गिल्लू नामक पाठ की पढ़ाई की, लेकिन उस पाठभाग का अध्ययन नहीं किया था, अभ्यास नहीं किया था। आज हम वो करने जा रहे हैं इस वीडियो के माध्यम से। इसलिए आप लोग क्या करना, इस वीडियो के साथ साथ मैंने जो क्वेश्चन आंसर प्रश्नोत्तर माई स्कूल ऐप के एक्सरसाइज या नोट्स में अपलोड किया गया है, वो नोट्स पहले अपने कॉपी में उतार के रखना। उसके बाद आप लोग ये वीडियो देखना। वीडियो देखते समय अपनी कॉपी या नोटबुक साथ में देखें, उसमें ध्यान देते देते वीडियो का देखना चाहिए। ओके ഓക്കെ മക്കളെ, അപ്പം ഗില്ലുവിൻ്റെ പാഠത്തിൻ്റെ ബാക്കി കിടക്കുന്ന ബോധപ്രശ്നത്തിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, सोना जूही में लगी पीली कली को देख लेखिका के मन में कौन से विचार उमड़ने लगे? ഓക്കെ, സോനാജൂഹിയിലുണ്ടായ ആ മഞ്ഞ പൂമൊട്ടിനെ കണ്ടപ്പോൾ ലേഖികയുടെ മനസ്സിൽ എന്ത് വിചാരമാണ് ഉണ്ടായത്? आंसर, सोना जूही में लगी पीली कली को देखकर लेखिका के मन में यह विचार आया कि. അത്രയും ക്വസ്റ്റ്യൻ ആണ്. കീ എന്നുള്ള കൺജങ്ഷൻ ഇട്ട് ക്വസ്റ്റ്യനും ആൻസറൂടെ കണക്ട് ചെയ്തേക്കുവാണ്. അവിടെ കീ അടുത്തൂടെയുള്ള കീ അവിടെ ഉപയോഗിക്കാവൂ. गिल्लू सोना जूही के पास ही मिट्टी में ദബായ ഗയാതെ. ഗില്ലുവിനെ സോന ജൂഹിയുടെ അടുത്ത് തന്നെ ആ മണ്ണിൽ തന്നെയാണ് ദബാന മീൻസ് അമർത്തുക എന്നാണ്, അതായത് അതിലാണ് കുഴിച്ചിട്ടത്. ഓക്കെ, ഇസിലിയെ വഹ് മിട്ടി മേ വിലീൻ ഹോ ഗയാ ഹോഗ. അതുകൊണ്ട് അവൻ ആ സോന ജൂഹിയുടെ ചുവട്ടിലുള്ള ആ മണ്ണിൽ അത് വിലീൻ ഹോഗ, ലയിച്ചു പോയിരിക്കുക. और उसे चौंकाने के लिए सोना जूही के पीले फूल के रूप में फुट आया होगा. അപ്പം ചിലപ്പം ലേഖികയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് സോന ജൂഹിയിലെ ഒരു മഞ്ഞ പൂമൊട്ടായിട്ട്, ഒരു മഞ്ഞ പൂവായിട്ട് വന്ന് ലേഖിയെ ചൗങ്കാനേക്കയിലെ അപ്സെറ്റ് ആക്കാൻ വേണ്ടി, ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വരുമായിരിക്കും എന്ന് ലേഖിക വിചാരിക്കുന്നു. ഓക്കെ, അതാണ് സോന ജൂഹിയിൽ കണ്ട ഒരു മഞ്ഞ പൂമൊട്ടിനെ കണ്ടപ്പോൾ ലേഖികയ്ക്ക് ആ വിചാരമാണ്, ഇതെൻ്റെ ഗില്ലു എന്നെ അതിശയിപ്പിക്കാൻ വരികയാണോ എന്നുള്ള വിചാരം. पाठ के आधार पर कौवा को एक समादरित एक साथ समादरित और अनादरित प्राणी क्यों कहा गए? പാഠത്തിനെ ബേസ് ചെയ്ത് കാക്ക ഉണ്ട്. പാഠത്തിൽ പറയുന്നുണ്ട്, കാക്കയെ ഒരുപോലെ തന്നെ സമാദരിത്, ഒരേപോലെ ബഹുമാനിക്കുകയും അനാദരിത് ഇറസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രാണിയാണെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റും? അല്ലെങ്കിൽ അതിന് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരാം, അത് ടെക്സ്റ്റ് ബുക്കിനകത്തില്ല. കൗവ കബ് സമാദരിത് ഓർ കബ് അനാദരിത് ലഗ്നെ ലഗ്താ ഹെ. കാക്ക എപ്പോഴാണ് സമാദരിതും അനാദരിതുമായി തീരുന്നത്? നോക്കിയേ ആൻസർ. कौवे को समादरित इसलिए कहा गया है क्योंकि पितृपक्ष में उसकी पूजा की जाती है. കാക്കയെ നമ്മൾ ബഹുമാനിക്കുന്നത് ഇപ്പോഴാണ്. പിതൃപക്ഷത്തിൽ വാവു ദിവസത്തിൽ നമ്മൾ അതിന് പൂജ നൽകുന്നു. ഐസി മാന്യത ഹൈക്ക് ഉസേ ഖിലാനെ സെ ഹമാരെ പൂർവജോ കാ പേട് ഭർത്താ ഹെ. നമ്മൾ അന്ന് വിശ്വസിക്കുന്നത് എന്താണ്? കാക്കയുടെ വയറ് നിറച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പൂർവികരുടെ, നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ വയറ് നിറയും എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ദൂസരെ ജബ് യേ കൗവേ ബോൾത്തെ ഹേ തോ ഹമേ അപ്പനി കിസി പ്രിയ ജൻ കെ ആനെ കി സൂചന മിൽത്തി ഹെ. ചിലപ്പോൾ ഈ കാക്ക നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വന്നിരുന്ന ബോൾത്തെ ഹേ,
ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കെന്താണ് ഹമാരെ പ്രിയജനോങ്കി നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ആഗമനത്തിൻ്റെ വരവിൻ്റെ ഒരു സൂചന നമുക്ക് ലഭിക്കും. അവിടാണ് അതിനെ ആദരിക്കുന്നത്. എവിടാണ് അതിനെ അനാദരിക്കുന്നത് നോക്കിക്കേ. कौए को अनादरित अर्थात अपमानित इसलिए कहा गया है क्योंकि उसके കാവ് കാവ് को कर्कश माना गया है. കൗവയെ നമ്മൾ ഇറസ്പെക്റ്റ് ചെയ്യുന്നത് അത് കാ കാ എന്ന് പറഞ്ഞു നമ്മുടെ അയൽവക്കത്തൊക്കെ വന്നിരുന്നുകൊണ്ട് ചിലയ്ക്കുമ്പോൾ നമ്മൾ അതിനെ ഇറസ്പെക്റ്റ് ചെയ്തു. ഉസ്കി കടോർ ആവാജ് കോ കോയി പസന്ത് നഹീം കർത്ത. അതിൻ്റെ ആ കർക്കശമായ സൗണ്ടിനെ ആരും അത്ര ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായല്ലോ. इनी थर्ड क्वेश्चन. गिलहरी के घायल बच्चे का उसका किस प्रकार गिलहरी के घायल बच्चे का उपचार किस प्रकार किया गया है. ഗിൽഹരിയുടെ മുറിവേറ്റ ആ കുഞ്ഞിനെ ഗിൽഹരി കുഞ്ഞിനെ എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്. ലേഖികനെ घायल गिल्लू को देखभाल किस प्रकार की. महादेवी ने गिलहरी के घायल बच्चे का उपचार बड़े ध्यान से മമതാപൂർവ്വം കിയ. മമതാപൂർവ്വം എന്ന് വെച്ചാൽ അമ്മയുടെ വാത്സല്യത്തോടുകൂടി. ധ്യാൻസെ മീൻസ് ശ്രദ്ധയോടും അമ്മയുടെ വാത്സല്യത്തോടും കൂടി ചെയ്തു എന്നാണ് പറയുന്നത്. പഹലെ ഉസേ കമരേമേ ലായാ ഗയ. അതിനെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഉസ്കാ ഖൂൻ പോഞ്ചിക്കർ. അതിൻ്റെ രക്തം തുടച്ച് ഗാവോംബർ പെൻസിലിയൻ ലഗായി. അതിൻ്റെ ഗാവോ മൂൺസ് മുറിവ്. അതിൻ്റെ മുറിവുകളിൽ പെൻസിലിയൻ പുരട്ടി. उसे रुई की बत्ती से दूध पिलाने की कोशिश की. ഒരു പഞ്ഞിയുടെ ഒരു ബത്തി തിരിയുണ്ടാക്കി അതിൽ കൂടെ അതിനെ പാല് കുടിപ്പിക്കാൻ നോക്കി. പരന്തു ദൂത്ത് കി ബൂന്ത് മുഹുസെ ബാഹർ കി ഓർ ലുടക്ക് രഹി. പക്ഷേ ആ പാലിൻ്റെ തുള്ളികൾ വായുടെ ഒരു സൈഡിൽ കൂടെ ലുടക്കുകയും പുറത്തേക്ക് ഒഴുകിപ്പോയി. കുച്ച് സമയ ബാദ് മുഹുമേ പാനി ടബുക്കായ ഗയ. കുറേ സമയങ്ങൾക്ക് ശേഷം വായിലേക്ക് ഒരു തുള്ളി വെള്ളം വീണു. പാലായിരിക്കാം. ഇസ് പ്രകാർ ഉസ്കാ ബഹുത്ത് കോമളതാപൂർവക് ഉപചാർ കിയാ ഗയ ഹൈ. അങ്ങനെ വളരെ കോമളതാപൂർവക് മീൻസ് മനോഹരമായി മൃദുലമായി അതിനെ പരിചരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. लेखिका का ध्यान आकर्षित करने के लिए गिल्लू क्या करता था. ലേഖികയുടെ ആ ഒരു അട്രാക്ഷൻ, ഒരു ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഗില്ലു എന്തെല്ലാമായിരുന്നു ചെയ്തത്. മഹാദേവി വർമാനെ गिल्लू लेखिका का ध्यान आकर्षित करने के लिए सर से पर्दे के ऊपर चढ़ जाता और तेज़ी से नीचे उतर जाता था. वह तब तक लगातार ऐसा करता ही रहता था जब तक कि महादेवी उड़कर उसे लिफाफे में बंद न कर दे. ഓക്കെ. ഗില്ലു ആണെങ്കിൽ ലേഖികയുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ലേഖികയുടെ തലയിൽ നിന്നും ചാടി പർദ്ദയിലേക്ക് കയറും. കേട്ടല്ലോ. പിന്നെ പർദ്ദയിൽ നിന്ന് നല്ല സ്പീഡിൽ താഴോട്ടിറങ്ങി താഴെ നിന്ന് മേളിലോട്ട് ലേഖിയുടെ ദേഹത്തോടെ തലയിൽ കയറും. അത് കഴിഞ്ഞ് വീണ്ടും പർദ്ദയിൽ ചെയ്യുന്നു. പിന്നെ പറയുന്നത് എന്താ, വഹ് തബ് തക്ക് ലഗാത്താർ ഐസാ കർത്താ ഹി രഹത്താ ഥ. അത് കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എപ്പം വരെ എന്ന് ജബ് തക്ക് കി മഹാദേവി ഉടുക്കർ ഉസേ ലിഫാഫമേ ബന്ദിന കർദി. എപ്പോഴാണ് മഹാദേവി വർമ്മ എണീറ്റ് വന്ന് അതിനെ തൻ്റെ ലിഫാഫയിലോട്ട് ഒരു ലിഫാഫയ്ക്കുള്ളിൽ വെക്കുന്നത്, അന്നേരം വരെ ഗില്ലു ഇത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. गिल्लू को मुक्त करने की आवश्यकता क्यों समझी गई और उसके लिए लेखिका ने क्या उपाय किया. ഓക്കെ. ഗില്ലുവിനെ ഫ്രീ ആക്കണം എന്നുള്ളൊരു തിങ്കിങ് ലേഖികയ്ക്ക് എപ്പോഴാണ് ഉണ്ടായത്, അതിനുവേണ്ടി ലേഖിക എന്തു ചെയ്തു. ഗില്ലുക്കോ ക്യോം ഓർ കൈസെ മുക്തി കിയ. വേറൊരു ക്വസ്റ്റ്യൻ വേണേൽ ഇങ്ങനെയും ചോദിക്കാം. ഗില്ലുവിനെ എന്തുകൊണ്ട്, എന്തിനു വേണ്ടി, ക്യോം എന്തിനു വേണ്ടി, വൈ ഓർ ഹൗ അല്ലേ, ഫ്രീ എങ്ങനെയാണ് ഫ്രീ ആക്കിയത്. മഹാദേവിനെ देखा कि गिल्लू अपने ഹിസാബ് സെ ജവാൻ ഹോ ഗയാ ഥാ. മഹാദേവിക്ക് മനസ്സിലായി ഗില്ലു ഒരു ജവാൻ മീൻസ് യൗവന യുക്തനായി. ഓക്കെ.
കുട്ടി തോക്ക മാറി എന്നുള്ളത് മനസ്സിലായി. ഉസ്കാ പഹലാ വസന്ത് ആ ചുക്കാഥ, അതിൻ്റെ ആദ്യത്തെ ജീവിതത്തിലെ ആദ്യത്തെ വസന്തം വന്നെത്തി. ഖിड़की के बाहर कुछ गिलहरियाँ भी आकर ചിക്ക് ചിക്ക് കർണേ ലഗി थी. കിടക്കിയുടെ ജനലിൻ്റെ പുറത്ത് കുറച്ച് ഗിൽഹരികൾ വന്ന് ചിക്ക് ചിക്ക് ചിക്ക എന്നുള്ള സൗണ്ടുകൾ കേൾപ്പിക്കാൻ തുടങ്ങി. ഗില്ലു ഉസ്കി തരഫ് പ്യാർ സെ ദേഖ്താ രഹത്ത, അങ്ങനെ ആ സൗണ്ട് കേൾപ്പിക്കുമ്പോൾ അതിനെ വളരെ സ്നേഹത്തോടു കൂടി നോക്കിക്കൊണ്ടിരുന്നു. इसलिए महादेवी ने समझ लिया कि अब उसे गिलहरियों के बीच स्वच्छंद विहार करने के लिए छोड़ देना चाहिए. അതിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വസന്തം വന്നു. പുറത്തുനിന്ന് അതിനെപ്പോലെയുള്ള ഗിൽഹരികൾ വന്ന് ജനലിൽ അവിടുന്ന് കിച്ചുകിച്ചാ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടും പുറത്തേക്ക് നോക്കി. അപ്പോൾ ലേഖിയയ്ക്ക് തോന്നി ഇവളെ ഇതിനെ തുറന്നു വിടേണ്ട സമയം ആയി എന്ന് തോന്നി. ലേഖിയാനെ ഗില്ലുക്കോ जाली की एक कील इस तरह उखाड़ दी कि उसे आने जाने का रास्ता बन गया. तब अब वह जाली के बाहर अपनी इच्छा से आ जा सकता है. ലേഖി എന്തെടുത്തു, തൻ്റെ വിൻഡോയുടെ ജാലിയുടെ ഒരു സൈഡ് കീല് തുറന്ന് അതിന് പുറത്തേക്ക് പോകാനും അകത്തേക്ക് വരാനുമുള്ള വഴിയുണ്ടാക്കി കൊടുത്തു. അത് അങ്ങനെയാണ് അതിനെ പോകാനും വരാനുമുള്ള ഒരു രാസ്ത ആജാസക്തി, അങ്ങനെ അതിനൊക്കെ പുറത്തേക്ക് പോകാനും വരാനും പറ്റി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. गिल्लू किस अर्थ में परिचारिका की भूमि നിഭാ रहा था. ഗില്ലു ഏത് ഒരർത്ഥത്തിലാണ് ഒരു പരിചാരിക, ഒരു സെർവൻറ്റ് എന്ന ഒരു ഭൂമിക, ഒരു ബേസ്, അതിൻ്റെ ഒരു ഇത് ചെയ്തത്. ഓക്കെ, जिन दिनों महादेवी वर्मा अस्वस्थ होकर घर में लेटी हुई थी तब गिल्लू उसके सरहाने बैठ रहता था. ഏത് ദിവസങ്ങളിലാണോ മഹാദേവി വർമ്മ അസ്വസ്ഥ ഹോക്കർ, അസ്വസ്ഥ മീൻസ് സ്വാസ്ഥ്യം ശരിയല്ലാതെ അസുഖമായിട്ട്, ലേട്ടി ഘർമേ വീട്ടിൽ കഴിച്ചു കൂട്ടത് അല്ലെങ്കിൽ ലേട്ടി കിടന്നത്, ശരീരസുഖമില്ലാതെ ബെഡിൽ തന്നെ ലേഖിയ കിടന്നത്. തബ് ഗില്ലു ഉസ്കെ സിർഹാനെ ബൈഠ് ജാത്ത ഹേ, അപ്പോൾ ഗില്ലു എന്തെടുക്കുമായിരുന്നു, ചെന്നതിൻ്റെ സിർഹാനെ തലക്കേൽ ചെന്നിരിക്കുമായിരുന്നു. വഹ് ബിഡി കോമളദാ സെ അപ്പനെ നന്നെ നന്നെ പഞ്ചോം സെ ഉസേ സിർ ഓർ ബാലോങ്കോ സഹലാത്ത കർത്താത, തൻ്റെ കുഞ്ഞി കൈയെടുത്തിട്ട് ലേഖയുടെ ശിരസിനെയും മുടിയെയും ഒക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ തൂത്തു കൊടുക്കുക. इस तरह वह एक अच्छी सेविका की भूमिക निभा रही है. അങ്ങനെ ഒരു നല്ലൊരു പരിചാരികയുടെ ആ ഒരു റോള് അവൾ റോള് അവൾ ചെയ്തു, ഗില്ലു ചെയ്തു. എന്നായിരുന്നു അസുഖമായിട്ട് കിടന്നത്? മോട്ടോർ ദുർഘടന കെ ബാദ്, അത് വേണമെങ്കിൽ എഴുതാം. മോട്ടോർ ദുർഘടന കെ ബാദ് ജബ് വോ അസ്വസ്ഥ ഹോക്കർ അപ്പനെ ബിസ്തർ പർ ലേട്ടി थी, അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇനി നോക്കിയ 7th ക്വസ്റ്റ്യൻ. गिल्लू की किन चेष्टाओं से वह आभास मिलने लगा था कि अब उसका अंत समय समीप है. गिल्लू की किन चेष्टाओं से वह आभास मिलने लगा था कि अब उसका अंत समय समीप है. ഗില്ലുവിൻ്റെ ഏതെല്ലാം പ്രവർത്തികൾ കൊണ്ടാണ് പിന്നെ അതിൻ്റെ അവസാന നിമിഷങ്ങൾ, അവസാന ദിനം എത്തിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അവൻ്റെ ഗില്ലുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ എത്തിയെന്ന് നമുക്ക് അറിയാൻ പറ്റിയത്. गिल्लू की निम्नलिखित चेष्टाओं से महादेवी को लगा कि अब उसका अंत समीप है. ഗില്ലുവിൻ്റെ നിമ്നലിഖിത, അതായത് താഴെ പറഞ്ഞിട്ടുള്ള ചേഷ്ടകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവൻ്റെ ഗില്ലുവിൻ്റെ അന്ത്യം എത്തിയെന്നു. ഉസ്നെ ദിൻ ഭർ കുച്ച് ഭി നഹീ ഖായ, അതെന്ത് ചെയ്തു, ദിവസം മുഴുവൻ ഒന്നും കഴിച്ചില്ല. വഹ് രാത് കോ അപ്പന झूला छोड़कर महादेवी के बिस्तर पर आ गया और उसकी उंगली पकड़कर हाथ से चिपक गया. എന്ത് ചെയ്യുന്നു, ദിൻഭർ ഉസ്നെ കുച്ച് നഹീ ഖായ, ദിവസം മുഴുവൻ ഒന്നും കഴിച്ചില്ല. രാത്രിയിൽ തൻ്റെ ജൂല ഉപേക്ഷിച്ചിട്ട് വന്ന് മഹാദേവി വർമ്മയുടെ ബിസ്തർ കിടക്കയിൽ വരികയും അത് തൻ്റെ മഹാദേവി വർമ്മയുടെ ഉങ്കലി പകടുക്കർ, വിരലുകൾ പിടിച്ചുകൊണ്ട് കയ്യോട് ഒത്തുചേർന്ന്, കയ്യോടെ ചിപ്പക്കിന മീൻസ് ഒട്ടിച്ചേർന്ന് കിടക്കുകയും ചെയ്തു. അടുത്തത് 8th ക്വസ്റ്റ്യൻ. പ്രഭാത की प्रथम किरण के
स्पर्श के साथ ही वह किसी और जीवन में अपने जागने के लिए सो गया. प्रभात की प्रथम किरण के स्पर्श के साथ ही वह किसी और जीवन में जागने के लिए सो गया. का ആശയെ സ്പഷ്ട കീജിയെ. ഓക്കെ, പ്രഭാതത്തിൻ്റെ ആദ്യ കിരണങ്ങൾ വന്നവരുടെ സ്പർശനമേറ്റപ്പോൾ അത് വേറെ ഏതോ ഒരു ജീവിയിൽ ഉണർന്നു. അതിൻ്റെ അർത്ഥമാണ് ചോദിച്ചേക്കുന്നത്. ജൈസേക്ക് സവേര ഹുവ, അങ്ങനെ നേരം വെളുത്തു. ഗില്ലു ഇസ് जीवन को छोड़कर अगले किसी जीवन में जन्म लेने के लिए चला गया. आशय है यह है कि सुबह होते ही उसकी मृत्यु हो गया. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. ജൈസെ ഹി സവേരെ ഹുയ, നേരം വെളുത്തു. ഗില്ലു ഇസ് ജീവൻ കോ ചോടുക്ക, ഗില്ലു തൻ്റെ ഈ ജീവിതം ഉപേക്ഷിച്ച് അപ്പനെ അകലെ കിസി ജീവൻ മേ ജന്മ ലേനെ കെ ലിയെ ചലാ ഗയ, തൻ്റെ ഗില്ലു എന്നുള്ള ഈ ഒരു ജീവിതം ഉപേക്ഷിച്ചിട്ട് വേറെ ഏതോ ഒരു ജീവിയിൽ കൂടെ ജീവിക്കുന്നതിന്, വേറെ ഏതോ ഒരു ജീവിയിൽ കൂടെ ജന്മമെടുക്കുന്നതിന് വേണ്ടി ചലാകയ പോയി. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇതാണ്. ആശയഹൈകി അർത്ഥം ഇതാണ്. സുബഹ് ഹോത്തേഹി, നേരം വെളുത്തപ്പോഴേക്കും ഉസ്കി മൃത്യു ഹോഗി, അതിൻ്റെ മരണം സംഭവിച്ചു. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോന ജൂഹി की लता के नीचे बनी गिल्लू की समाधि से लेखिया के मन में किस विश्वास का जन्म होता. സോന ജൂഹിയുടെ അടി, ലത ആ ചെടിയുടെ താഴെ ഉണ്ടാക്കിയ ഗില്ലുവിൻ്റെ സമാധിയിൽ ലേഖിയുടെ മനസ്സിൽ എന്തെല്ലാം വിശ്വാസങ്ങളാണ് ഉണ്ടായത്. സോന ജൂഹിയുടെ അടിയിലല്ലേ ഗില്ലുവിനെ കുഴിച്ചിട്ടത്. അപ്പം ഗില്ലുവിൻ്റെ സമാധി എവിടെയാണ്? സോന ജൂഹിക്ക് ലതാക്കെ നീച്ച് ആണല്ലോ. ലേഖിക സമാധി സെ, അതിൽ നിന്നും ലേഖികക്കെ മന്മേ, ലേഖിയുടെ മനസ്സിൽ കിസ് വിശ്വാസ് കാ ജന്മലിയ, എന്തൊരു വിശ്വാസമാണ് ഉണ്ടായത്. സോന ജൂഹിക്ക് ലതാക്കെ നീച്ച് ഗില്ലു കി സമാധി ബനീതി, സോന ജൂഹിയുടെ ലതകളുടെ അടിയിൽ അവൻ്റെ സമാധി ഉണ്ടാക്കി. इससे लेखिका के मन में यह विश्वास जन्म गया कि एक दिन वह गिल्लू इसी सोना जूही के बेल पर पीले चटक भूल के रूप में जन्म लेंगे. സോന ജൂഹിയുടെ അടിയിൽ കുഴിച്ചിട്ടത് കാരണം ലേഖിയുടെ മനസ്സിൽ ഇത്തരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഏക്കിന ഏക്ക് ദിൻ, ഒന്നല്ലെങ്കിൽ വേറൊരു ദിവസം, ഒരു ദിവസം, എന്നെങ്കിലും ഒരു ദിവസം. ദിൻ യഹ് ഗില്ലു, ഈ ഗില്ലു സോന ജൂഹി കി ബേൽ പർ, സോന ജൂഹിയുടെ ഈ ബേൽ മീൻസ് വള്ളിപ്പടർപ്പ്, ഈ വള്ളിപ്പടർപ്പിൽ നീലെ ചട്ടക്ക് പോലെ നീല അല്ല പീലെ, ഒരു മഞ്ഞ തിളങ്ങുന്ന പുഷ്പമായിട്ട് ജന്മം എടുക്കും എന്ന ലേഖികയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ കുഴിച്ചിട്ടത് കൊണ്ട് അത് വീണ്ടും സോന ജൂഹിയുടെ വള്ളിപ്പടർപ്പുകളുടെ ഇടയിൽ വന്ന് ഒരു മഞ്ഞ പൂവായിട്ടിരുന്ന് എന്നെ എന്ത് ചെയ്യുമായിരുന്നു? എന്നെയാണെങ്കിൽ അതിശയിപ്പിക്കാൻ വരും എന്നൊരു വിശ്വാസം മഹാദേവ് വർമ്മയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. മക്കളെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ഡിസ്കഷൻ ഫോറത്തിൽ കൂടെ എനിക്ക് അയച്ചു തരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു.